കേരളത്തിലെ കാർഷിക ഉത്സവമാണ് വിഷു. ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമാണ്. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഈ വർഷം 2-ാം തീയതിയാണ് വിഷു. രാവും പകലും തുല്യമായി വരുന്ന ദിവസവുമാണ് വിഷു. ഓണം കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം വിഷുവാണ്. വിഷുക്കണി ഒരുക്കുക, കണിക്കൊന്ന, പൂവ്, കൈനീട്ടം, പുതുവസ്ത്രങ്ങൾ ധരിക്കുക, കുടുംബാംഗങ്ങൾ ഒന്നിച്ച് സദ്യ കഴിക്കുക തുടങ്ങിയവയാണ് വിഷുവിൻ്റെ പ്രധാന ചടങ്ങുകൾ. കൊന്നമരം അതിൻ്റെ മഞ്ഞപ്പൂക്കളും വിഷുവിന് പ്രധാനമാണ്. വരവായി വിഷു പുലരി. വിഷു കണിയൊരുക്കൽ എങ്ങനെയാകാം എന്തെല്ലാം ശ്രദ്ധിക്കാം. വിഷു ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണിയൊരുക്കൽ. കണി കാണുക. വിഷുക്കൊന്നയും കൃഷ്ണവിഗ്രഹവും ധാന്യശേഖരണവും കൊണ്ട് സമൃദ്ധമായ കണി കണ്ടാണ് അടുത്ത വിഷു പൊൻപുലരിയിലേക്ക് മലയാളി കണ്ണു തുറക്കുന്നത്. ഇന്ന് പല രീതിയിലും ആളുകൾ കണി ഒരുക്കുന്നുണ്ട്. എങ്കിലും വിഷുക്കണി എന്നത് പഴയ തലമുറയിലെ ആളുകൾക്കാണ് കൂടുതൽ അറിയാവുന്നത്. വിഷുക്കണിക്ക് ആവശ്യമായ സാധനങ്ങൾ: കണിക്കൊന്ന പൂവ്, ഉണക്കലരി, കൃഷ്ണവിഗ്രഹം, കണിവെള്ളരി, നിലവിളക്ക്, ഗ്രന്ഥം, ഉരുളി, സ്വർണം, കോടിമണ്ട്, വെറ്റില, അടയ്ക്ക, നാണയങ്ങൾ, നാളികേരം, പച്ചക്കറികൾ, മാമ്പഴം, ചക്ക എന്നിവയെല്ലാം നമുക്ക് ആവശ്യമാണ്. പാൽക്കണ്ണാടി, കൺമഷിയും ചാന്തും, കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ചു വെക്കുന്ന നിലവിളക്കും ഐശ്വര്യത്തിൻ്റെയും പ്രതീതി. പ്രപഞ്ചത്തിൻ്റെതാണ് ഉരുളി സൂചിപ്പിക്കുന്നത്. പ്രപഞ്ചത്തിനെയാണ് ഉരുളി സൂചിപ്പിക്കുന്നത്. കാലപുരുഷന്റെ കിരീടത്തെ സൂചിപ്പിക്കുന്നു കണിക്കൊന്ന പൂവ്. നാണയങ്ങളും കൈനീട്ടവും ലക്ഷ്മിയെ സൂചിപ്പിക്കുന്നു. ഫലങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും സമൃദ്ധിയും കാർഷിക കാലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. വീട്ടിലെ മുതിർന്നവരാണ് കണി ഒരുക്കുന്നത്. തലേദിവസം രാത്രി തന്നെ കണി ഒരുക്കങ്ങൾ പൂർത്തിയാക്കി അതിരാവിലെ കുടുംബാംഗങ്ങളെ വിളിച്ചുണർത്തി കണി കാണിക്കുകയും അതും വീട്ടിൽ